എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. പീക്കേൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. എന്താണ് അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ നേരിട്ട് പീക്കേൻ്റെ ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞത്. എന്താ സംഭവം എനിക്കറിഞ്ഞൂടാ. എന്താ LCUവിന്റെ എന്തോ കണ്ടു, മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താന്ന് അറിഞ്ഞൂടാ. എന്താണ് പിന്നെ ക്യാപ്ഷനിലൊരു സംഭവം ഉണ്ട്. അതായത് ലോകേഷിന്റെ ഫേസ്ബുക്ക് ID ഉണ്ടല്ലോ, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ലോകേഷിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവം എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, LCU ആണ്. അല്ലേ, LCUവിന്റെ തുടക്കം ഉണ്ടല്ലോ, ബിഗിനിങ്, അതിനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി വരും എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്തിയിട്ടാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. നോക്കാം, കണ്ടു നോക്കാം. എന്തായാലും കാണാം. LCU അഥവാ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. സിനിമാ പ്രേമികൾ ആവേശത്തോടെ നോക്കിക്കാണുന്ന ഒരു പേര്. അവരുടെ കാര്യം പറയുമ്പോ എന്റെ രൂപം എഴുതേക്കും. കണ്ടോ, വെറും 5 സിനിമകൾ കൊണ്ട് സമകാലിക തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളെന്ന വിശേഷണത്തിലെത്തിയ ലോകേഷ് കനകരാജിന്റെ ഭാവനയിൽ വിരിഞ്ഞ സിനിമാ ലോകം. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. இல்லை, ஃபர்ஸ்ட் ஆஃப் ஆல் யூனிவர்ஸ் எல்லாம் ஐடியல் இல்லைங்க. நான் வந்து இந்த கிராஸ் ஓவர் ஃபிலிம்ஸ் பண்ணணும்னு ரொம்ப ஆசை இருந்தது. அதாவது நான் ஆல்ரெடி கிரியேட் பண்ண படங்கள் இந்த கேரக்டர்ஸ் எடுத்து வேற படத்தில் சர்ப்ரைஸாக உள்ளே கொண்டு வரலான்னு. ഈ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ அதுக்கு ஒரு ப்ராப்பரான இடமா இந்த படம் அமைஞ்சது. அதுக்கப்புறமா தான் அது യൂണിവേഴ്സ് ആക്കലാங்கிற ഐഡിയ வந்து കമൽ സേട്ടർ പറ്റി ഡിസ്കസ് பண்ணேன். ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. அவர் கொடுத்த இடம் தான். அவர் இல்லை வேணா நீ என்ன வச்சு மட்டும் படம் பண்ணுன்னு சொல்லி அது നടന്നിരിക്കാതെ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. LCU എന്ന പേര് ആരാധകർ നൽകിയതാണെങ്കിലും ലോകേഷ് അത് സ്വയം സ്വീകരിച്ചു കഴിഞ്ഞു. അവൻ ആര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. எவ்வளோ தூரம் சந்தோஷமா இருக்கோ அதை தாண்டி அதுக்கு ஈக்குவலான ஒரு பயம் இருக்கு. ஃபெயிலியர் மேல இருக்க பயம் அண்ட் மக்கள் கொடுத்த இடத்த மேல அதை விட்டுறக்கூடாதுன்னு அதுக்கு இருக்க ரெஸ்பான்சிபிலிட்டி. നിങ്ങൾ മലയല്ല, മുത്താണ്, മുത്തയ്യ. നീയൊക്കെ അവളെ കണ്ടുപിടിക്കണം. 2019 കാർത്തി നായകനായി പുറത്തിറങ്ങിയ കൈദി എന്ന സിനിമയിലൂടെയാണ് ലോകേഷ് തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിക്കുന്നത്. സത്യം പറയാം, ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല. അഭിമാനം തോന്നുന്നു. അയ്യോ എക്സ്ക്യൂസ് മീ, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. നമ്മൾ അടുത്ത വർഷം ലോകേഷ് ഇപ്പോ രജനി സാറിന്റെ പടം ചെയ്യുകയാണ്. അത് ഞങ്ങൾ അറിഞ്ഞല്ലോ, തുടങ്ങുകയാണ്. അപ്പോ അതിനുശേഷം ആണ് കൈദി 2. ഇനിയും ഒരു വർഷം കാത്തിരിക്കണം. അത് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സങ്കടം. LCUവിൽ അതാണ് ഇപ്പൊ നെക്സ്റ്റ്. കാത്തിരിപ്പോ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ട്, അത് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഞാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു ഇപ്പൊ, ലോകേഷ് ഞാനൊക്കെ കൂടി ചേർന്നിട്ട്. അല്ല അച്ഛൻ എന്തോ ഈ പറഞ്ഞു വരുന്നേ? 10 minutes ഷോർട്ട് ഫിലിം കണക്റ്റഡ് വിത്ത് LCU. അതാണ് LCUവിന്റെ തുടക്കം. ദാറ്റ് ഈസ് ബിഫോർ കൈദി. സംതിങ് ഹാപ്പൻസ് ബിഫോർ കൈദി. ശരിക്കും അങ്ങനെ ഒരു സംഭവം. അതിപ്പോ അധികം താമസിയാതെ വരും. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ അച്ഛാ? അച്ഛൻ കൊണ്ടാലേ അറിയൂ. അല്ല, കണ്ടാലേ അറിയൂ. എല്ലാം പോയേ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് വരുന്നൊരു വാർത്തയാണ്, നമ്മുടെ ലോകേഷ് കനകരാജിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇവിടെ കണ്ടത്? വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വരണ്ടു പോയി. സംഭവം ശരിയാണ്. കയറി നോക്കിയപ്പോ അതില് വൈറൽ യോഗ എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. വരുന്നതാണെങ്കിൽ നല്ല ഇടിവെട്ട് വർക്കൗട്ട് വീഡിയോസും.
ലോകേഷ്. അപ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് പിന്നീട് വന്ന സംഭവം. അത് വൻ ട്വിസ്റ്റ് ആയിരുന്നു. ലോകേഷ് തന്നെ ഈ വാർത്ത അറിഞ്ഞ് ലോകേഷ് ഇതിനൊരു സ്ഥിരീകരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ട്വിറ്ററും ഒന്ന് ഇൻസ്റ്റാഗ്രാമും മാത്രമാണ്. എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു. അതൊരു ബഗ്ഗാണ് ശരിക്കും പറഞ്ഞാൽ കയറി വന്നേക്കണം. വെറുതെ അതിൽ പോയി ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും പോകണ്ട. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്റെ കൈ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലോകേഷിനെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അത് അൺഫോളോ ചെയ്തോളുക. മതി മരുന്നും മന്ദിരമൊക്കെ. എന്നാ നിങ്ങൾ ചെല്ല്. ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ. വിട്ട് കള വർക്കിച്ച ചീള് കേസല്ല. മാണിക്യത്തിരുന്ന് ചീള് കേസാ. പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. അടിപൊളി, നൈസ് വൺ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ? എന്തൊരു പഞ്ചാണ്. ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയുന്നുണ്ട്. അതെ, നരേനെ എനിക്കൊരു സത്യം പറയാനുണ്ട്. പറഞ്ഞത് നിങ്ങൾ ആരും ഞെട്ടരുത്. അതെ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റത് കാത്തിരിപ്പോ. ഡയലോഗ് എന്താണ്? സൂപ്പർ, നല്ല പഞ്ച്, നല്ല കിടിലൻ ഡയലോഗ്. എന്താണെങ്കിലും എന്താ പറയാ, LCU അതിന്റെ തുടക്കം നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. നമ്മൾ കൈദി എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കൈദി അല്ല, അതിന്റെ മുന്നേ ഒരു സംഭവം ഉണ്ട്. അതാണ് ഷോർട്ട് ഫിലിമായിട്ട് വരാൻ പോകുന്നത്. അതെ, ഇത് ഷോർട്ട് ഫിലിമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാരായൺ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു ചില സംഭവം കൂടി ഇതിൻ്റെ കൂടെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളത് കിഴി എപ്പിസോഡിൽ പറയാം. അതിൽ പറഞ്ഞിട്ടുണ്ടാവും, മേ ബി കിഴി എപ്പിസോഡിൽ ഉണ്ടാവും. കാരണം എന്താ അറിയോ, കിഴി എപ്പിസോഡ് ആദ്യം ഇടക്കും ചിലപ്പോൾ അതിന് മുൻപ്. എന്തായാലും കാത്തിരിപ്പോ. അല്ലല്ലയാ, ഫേസ്ബുക്ക് ഐ ഡി ഒറിജിനൽ അല്ലല്ലേ? ആള് തന്നെ ഒന്ന് പറഞ്ഞല്ലോ എനിക്ക് ഫേസ്ബുക്ക് ഐ ഡി ഇല്ലാന്ന്. ഇപ്പൊ അതിൽ കൂടുതൽ എന്തോ വേണ്ടത്. ഞാൻ ഇതിന്റെ ഈ ചെറിയ ന്യൂസ് ഇത് കണ്ടപ്പോഴേ ഞാനത് വലിയ കാര്യമാക്കിയതുമില്ല, ആണ്ട് വെട്ടും ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ അറിയോ, ഒരു നായക നടൻ അല്ലെങ്കിൽ വിജയ്, സൂര്യ, മമ്മൂട്ടി, മോഹൻലാല് ഇവരുടെയൊക്കെ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ ഇതേപോലെ കൊണ്ടുണ്ട് അവരുടെ ഫാൻസ് എപ്പോഴും അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഇത് അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ലോകേഷ് എന്ന് പറഞ്ഞ ഒരു സംവിധായകന്റെ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഫാൻസ്, ലോകേഷിന് സെപ്പറേറ്റ് ഒരു ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. അല്ല, ഇതിന് ഫാൻസിന്റെ പേജ് എന്നുള്ള രീതിയിലല്ലത് കൊണ്ടുവരില്ല. ഞാൻ പറഞ്ഞു തന്നെ എന്താ പറയുക, അതായത് ഈ ട്രോളിൽ ഉണ്ടല്ലോ ഈ ഫാൻസ് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇവരെ കണ്ടുപിടിക്കുന്ന ആ സംഭവമാണ്. അതായത് ഫാൻസ് എന്ന് പറഞ്ഞ ലോകേഷിന് സത്യത്തില് ഒരു സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട്. ഒരു സ്റ്റാറിനെ പോലെ തന്നെയാണ് ആളുടെ അതാണ് കാണിച്ചത്. അതാണ് ആ സംഭവം കാണിച്ചത്. അവരെ കണ്ടുപിടിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ പണി ചെയ്തവരെന്തായാലും തപ്പിട്ട് വരാന്ന് അറിയില്ലേ അത് തന്നെ. അതായത് അത് സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു ഡയറക്ടറാണ്. അതും കൂടി നമ്മൾ ഇതിനകത്ത് നോക്കണം. കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ്, അത് കറക്റ്റായിട്ട് അത് നമ്മൾ ചിലതുണ്ടല്ലോ നമ്മൾ അതിനകത്ത് ഒരു ഇതും ഉണ്ടാവൂല ചിലപ്പോ. ചില ട്രോളുകൾ വരുമ്പോ ഇപ്പൊ അങ്ങനെ അതൊക്കെ ആര് നോക്കുന്നുള്ളത് ഇത് ശരിക്കും നോക്കുന്നുണ്ടാവും. ആരാ ചെയ്തത്, അങ്ങനെ ടീമുണ്ട്. അതെ, എന്താണെങ്കിലും സംഭവം ഗംഭീരം. കാത്തിരിപ്പോ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.